നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ഫെസ്റ്റിവലിൽ സിക്സർ അടിച്ചു പായിച്ച് കാട്ടാക്കട ഡിവൈഎസ്പി റാഫി. മയിലോട്ടുമൂടി ജനതാ ഗ്രന്ഥശാലയുടെ 74ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ജനതാ ക്രിക്കറ്റ് ഫെസ്റ്റിന് മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു കാട്ടാക്കട ഡിവൈഎസ്പി റാഫി. അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ MLA ആയിരുന്നു ഉദ്ഘാടകൻ. ചടങ്ങ് കഴിഞ്ഞ് MLA മടങ്ങി. അതേസമയം മുഖ്യാതിഥിയായിരുന്ന ഡിവൈഎസ്പി കളിക്കാരുടെ ആവേശോജ്വലമായി കളി കണ്ട് ഗ്യാലറിയിലിരുന്ന ഡിവൈഎസ്പിയും കളത്തിലേക്ക് ഇറങ്ങി. ആദ്യം ബോളറായി, പിന്നെ ബാറ്റ്സ്മാനായി. യോർക്കും ഗുഡ് ലെങ്ത്തും എറിഞ്ഞ് എതിരാളിയെ പതറിച്ച് പിന്നെ ബാറ്റുമെടുത്ത് ക്രീസിലെത്തി. തികഞ്ഞ കളിക്കാരന്റെ ശാരീരിക ഭാഷയോടെ നിലയുറപ്പിച്ചു. പിന്നെ നേർക്ക് വന്ന ഓരോ പന്തും ഫീൽഡർമാരെ തലങ്ങും വിലങ്ങും പായിച്ചു. ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്, കവർ ഡ്രൈവ്, സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് വേണ്ട പന്തുകൾ ബൗണ്ടറിയിലേക്ക് പായിച്ച് ഡിവൈഎസ്പി തകർത്താടി. കാണികൾക്കും കളിക്കാർക്കും ആവേശം നിറച്ച് കുറച്ചുനേരം കാണികളുടെ കൂട്ടത്തിലിരുന്ന് ക്രിക്കറ്റ് ആസ്വദിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. കുട്ടികളുടെ കായികവും കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അതിലേക്ക് കൂടുതൽ ആകർഷകരാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്നും ഇത്തരം പരിപാടികളിൽ കുട്ടികൾ മുഴുകുന്നതോടെ അവർ നേർവഴി നയിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘാടക സമിതി ചെയർമാൻ ജ്യോതിഷ് വിശ്വംഭരൻ അധ്യക്ഷനായ പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ഗിരി, ജനതാ പ്രസിഡന്റ് അലക്സ് റോയ്, സെക്രട്ടറി രതീഷ് കുമാർ, പട്ടകുളം തകഴി ഗ്രന്ഥാലയം പ്രസിഡന്റ് മണികണ്ഠൻ, നാരായണൻകുട്ടി, സുജിത്, രതീഷ്, രാഹുൽ മയിലോട്ടുമൂടി, വിജയകുമാരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തനം നടത്തുന്ന കാട്ടാക്കട താലൂക്കിലെ ഒരു ഗ്രന്ഥശാലയാണ്. 74 സംവത്സരമായി ഈ ഗ്രന്ഥശാലയ്ക്ക് ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം എത്രത്തോളം ഭംഗിയായി, എത്രത്തോളം മാതൃകാപരമായിട്ടാണ് അവർ നടത്തി വന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രസ്താവിക്കാതെ നിങ്ങൾക്കറിയാം. പല തലമുറകൾ ആ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു. വായന വിജ്ഞാനം ആർജിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മാർഗമാണ്. MLA സാറ് ഈ വായനശാലയുടെയും ഈ ക്രിക്കറ്റിൻ്റെയും കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, ഓണാഘോഷത്തോടനുബന്ധിച്ച് തന്നെ വിവിധ ക്ലബ്ബുകൾ വിവിധ കായിക പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരികയാണ്. ഒരു ഗ്രാമത്തിൻ്റെ ആയിരുന്നാലും സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തൊരുമയുടെ ഒരു കൂട്ടായ്മയാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ കൂടി ചെറുപ്പക്കാർ ഇപ്പോൾ നമ്മുടെ നാടിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മദ്യം, മയക്കുമരുന്ന് എന്നിവയിൽ നിന്നും മോചിപ്പിക്കാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് കഴിയും. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ തന്നെ കായികപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്, ഏതൊക്കെ ഗ്രാമങ്ങളിലാണ് എത്രത്തോളം നല്ല കായിക ശക്തിയും കായികമായി പരിശീലനം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടോ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം ഈ ലഹരി, മറ്റ് സിഗരറ്റ് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സംരംഭം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ രാവിലെ മുതൽ വിവിധ കളി കഴിഞ്ഞു. എന്നിരുന്നാലും ഇനിയും ഒരുപാട് ടീമുകൾ ഇവിടെ പങ്കെടുക്കാനുണ്ട്. വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ ഇത് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നല്ലൊരു മത്സരാവേശത്തിലാണ് ക്രിക്കറ്റ് കളി നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമ്പയറുടെ തീരുമാനമാണ്. 2 ടീമുകളാണെങ്കിലും അമ്പയറുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കൂടി തന്നെ ഈ കളി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും